അസ്സലാമലൈക്കും. എല്ലാവരും നോമ്പെല്ലാം തുറന്നിട്ട് ഭയങ്കര റെസ്റ്റിംഗ് മൂഡിലുണ്ടാവുക. ഞാൻ എൻ്റെ ഏട്ടത്തിൻ്റെ അവിടെ വന്നിട്ടുണ്ടായത്. ഇത് സ്കൂൾ മദ്രസയിലെ ലീവല്ല, അപ്പോൾ വലിയ ഏട്ടത്തിൻ്റെ അവിടെ കുറേ ആയി വരാത്ത. അങ്ങനെ അവിടെ വന്നിട്ടുണ്ടായി. ഞാൻ വരുമ്പോൾ തന്നെ ഏകദേശം 5:30-6 മണിയാണ്. ഇത് ഭയങ്കര പണിയിലുണ്ട്. ഇത് മക്രോണി വേവിച്ചിട്ടുണ്ട്, ഉള്ളിവട ഇതാക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ലാമിനോട് കുറച്ച് മുണ്ടിയിട്ട് കഥ പറയുമ്പോൾ ബാങ്ക് കൊടുക്കാൻ ഏകദേശം സമയമായിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്നായിട്ട് ബത്തൊക്കെ ജ്യൂസാക്കാനായിട്ട് കിച്ചണിലേക്ക് പോയി. അപ്പോൾ തന്നെ ലാമി എല്ലാം റെഡിയാക്കുന്നുണ്ട്. ഫസ്റ്റ് വിചാരിക്കുന്നത് എന്തോ ആക്കണ്ട, പക്ഷെ 6 മണി കഴിഞ്ഞിട്ട് നമുക്ക് എന്തോ ആക്കാതിരുന്ന് ഞങ്ങൾക്ക് മനസ്സിനൊരു ബേജാറാണെന്നല്ലേ. അങ്ങനെ ഓരോരോരോ ഐറ്റംസ് 2-3 തരമായിട്ടുണ്ടായി. വാട്സപ്പിൽ സ്റ്റാറ്റസ് സ്റ്റോറിയെല്ലാം ലാമിൻ്റെ അവിടെ എത്തി എന്നിട്ടിട്ട് നമുക്ക് കുറേ ആൾ കമൻറ്റ് ഇട്ടിന് ലാമിൻ്റെ പോലത്തെ ഡൈമൈ ലൈഫ് ചെയ്യോ വ്ളോഗ് ചെയ്യോ എന്നെല്ലാം കേട്ടിട്ട്. ഇൻഷാ അല്ലാ നാളെ BM പോയില്ലെങ്കിൽ എടുത്തൊരു ഡൈമൈ ലൈഫ് 2-3 വീഡിയോസ് എല്ലാം ആയിട്ട് ഞാൻ വരുവാ. അപ്പോൾ നിങ്ങൾ എല്ലാവരും നോമ്പ് നോക്കിനാ, നോമ്പൊറക്കാൻ എന്ത് സ്പെഷ്യലാക്കിയേ, അങ്ങനെ ഇങ്ങനത്തെ എല്ലാം കമൻറ്റ് ഇടാവേ. ഒരു റെഡ് ആർട്ട് അങ്ങ് കമൻറ്റ് ഇടുമ്പോൾ അപ്പല്ലേ നമുക്ക് വീഡിയോസ് ചെയ്യാനൊരു എനർജി കിട്ടുന്നത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ. നിർത്താനായിട്ട് പോയത്, പക്ഷേ ഇത് ജ്യൂസെല്ലാം കുടിച്ചിട്ട് പിന്നെ നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ബർത്ത് ലാമിനോട് പറയേ പറഞ്ഞിട്ടിരിക്കുമ്പോൾ ലാമിൽ ഞാൻ നല്ല ചായ ഉണ്ടാക്കിക്കൊണ്ടു. ലാമി നല്ല ചായയും സമൂസയും ഉള്ളിവജെല്ലാം ഉണ്ടായി. ബാക്കി അതും കഴിച്ചിട്ട് പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കഴിച്ചിട്ട് നേരെ കിടന്നിട്ട് ഉറങ്ങി. ഇന്ന് പിന്നെ ഫുഡ് എന്ത് കഴിക്കാൻ തന്നിട്ടാ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.